എത്ര പ്രായമായാലും നമുക്ക് നല്ല രീതിയിൽ മുടി വളർച്ച ഉണ്ടാകും. അതുപോലെ തന്നെ എത്ര വെളുത്ത മുടിയും നമുക്ക് കറുപ്പിക്കാൻ പറ്റും. കെമിക്കലില്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നാച്ചുറൽ സാധനം ഉപയോഗിച്ച് നമ്മുടെ മുടി നല്ല കട്ട കറുപ്പാക്കിയെടുക്കാം. അതിനായിട്ടുള്ളൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. ഇതൊരു നാച്ചുറൽ ഹെയർ ഡൈ ആണ്. യാതൊരു കെമിക്കലുമില്ല. പ്രായഭേദമന്യേ ആർക്കും ചെയ്യാം. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ആർക്കും ചെയ്യാം. വെളുത്ത മുടി എന്നതെന്ന് പറയുന്നത് എല്ലാവരുടെ ഒരു സൗന്ദര്യ പ്രശ്നം തന്നെയാണല്ലേ. ഒരു നര തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ എല്ലാവർക്കും വിഷമമായി. പക്ഷേ ഇപ്പോഴുള്ള ഒരു അവസ്ഥയെ നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും പ്രായഭേദമന്യേ മുടി നരയ്ക്കുന്നുണ്ടല്ലേ. അപ്പം അതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഹോർമോണിൻ്റെയും ഉറക്കക്കുറവിൻ്റെയും അങ്ങനെ പല പല പ്രശ്നങ്ങൾക്കും മുടി വെളുക്കാറുണ്ട്. ഇപ്പം എല്ലാവർക്കും എത്ര ഏജ് ആയാലും നമുക്ക് എല്ലാവർക്കും ആഗ്രഹമല്ലേ യങ് ആയിട്ടിരിക്കാനായിട്ട്. പ്രായമായാലും നമ്മുടെ മുഖം ചുളിയാൻ പാടില്ല, അതുപോലെ തന്നെ മുടി നരയ്ക്കാൻ പാടില്ല. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ആഗ്രഹം. അപ്പം നല്ല രീതിയിൽ നമ്മുടെ മുടി നമുക്ക് വീട്ടിലുള്ള നാച്ചുറൽ സാധനം ഉപയോഗിച്ച് കറുപ്പിച്ചെടുക്കാം. അതിനായിട്ട് നിങ്ങൾക്ക് കുറച്ച് ക്ഷമ വേണമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഈ ഒരു കെമിക്കൽ ഡൈ ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് പോകുന്നതിൽ ഒത്തിരി നല്ലതാണ്. ഇതുപോലുള്ള ഡൈ ഉപയോഗിച്ച് ചെയ്ത് നമ്മുടെ മുടിയൊക്കെ ഒരു മാസം വരെ നരമുടി ഇല്ലാതിരിക്കുന്നത് അല്ലേ. അപ്പം എൻ്റെ മുടിക്കാണെങ്കിൽ അങ്ങനെ നരയും പ്രശ്നങ്ങളും ഒന്നുമില്ല. ഞാൻ ഇതുപോലുള്ള ഹെയർ പാക്കുകൾ യൂസ് ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെയാണ് എനിക്ക് എൻ്റെ മുടിയെ ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ എല്ലാ വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. എനിക്കും 19 വയസ്സായ ഒരാളാണ്. അപ്പം നിങ്ങൾക്ക് ഞാൻ നല്ലൊരു ഹെയർ ഡൈ ആണ് ഷെയർ ചെയ്യുന്നത്. അതിനായിട്ട് നമുക്ക് ഒരു കപ്പ് വെള്ളം എടുത്തിട്ട്, ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ ചായ കുടിക്കുന്ന കപ്പിൽ ഒരു കപ്പ് വെള്ളം എടുക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ളത്രയും, എത്രയാണ് മുടിയിൽ തേക്കാൻ ആവശ്യമുള്ളത്രയും വെള്ളം നിങ്ങൾക്ക് എടുക്കാം. എന്നിട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു 3-4 ടേബിൾ സ്പൂണോളം തേയിലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം തേയിലപ്പൊടി നമ്മുടെ മുടിയിലുള്ള മെലാനിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ സഹായിക്കുന്നു. തേയില നമ്മുടെ മുടിക്ക് കളർ കൊടുക്കാൻ സഹായിക്കുന്നു. തേയിലപ്പൊടിയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുടിക്ക് സ്വാഭാവിക നിറം നൽകാനായിട്ട് തേയിലവെള്ളവും ഒക്കെ സഹായിക്കുന്നു. അപ്പോൾ ഈ തേയിലവെള്ളത്തിൽ നമുക്ക് വെറുതെ തണുത്ത് കഴിഞ്ഞ് മുടി കഴുകാൻ ഒത്തിരി നല്ലതാണ്. നമുക്ക് യാതൊരു കെമിക്കലും ഇല്ലാത്തൊരു സാധനമാണ് തേയില. നാച്ചുറൽ തേയില തന്നെ എടുക്കാൻ ശ്രമിക്കുക. അതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. അപ്പോൾ ഇതുപോലത്തെ കുറച്ച് 3-4 ടേബിൾ സ്പൂൺ തേയിലപ്പൊടി ഇട്ട് നന്നായിട്ട് കടുപ്പത്തിൽ, നല്ലവണ്ണം തന്നെ കടുപ്പത്തിൽ തിളപ്പിച്ചെടുക്കുക. നിങ്ങൾക്ക് എത്രയും കടുപ്പത്തിൽ തിളപ്പിച്ചെടുക്കാൻ പറ്റുമോ അത്രയും കടുപ്പത്തിൽ തിളപ്പിച്ചെടുക്കുക. അതിന് നിങ്ങൾക്ക് റിസൾട്ട് നല്ലതായിട്ട് കൂടുന്നതായിരിക്കും. യാതൊരു സൈഡ് എഫക്റ്റോ അലർജി പ്രശ്നമോ ഒന്നുമില്ല ഈ തേയില വെള്ളത്തിന്. ഇനി നമുക്ക് ചെറിയൊരു ഇരുമ്പിൻ്റെ കടായി എടുക്കാം. അപ്പോൾ ഇതൊരുപാട് പേര് ഓൺലൈനിൽ നിന്നും വാങ്ങിച്ചു. എൻ്റെ ആ വീഡിയോ ടാഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടാഗ് ചെയ്തതിലൂടെ നിങ്ങളെല്ലാം വാങ്ങിച്ചതിൽ ഒരു ഓഫറൊക്കെ കിട്ടിയെന്ന് കുറേ പേര് പറഞ്ഞിരുന്നു. ഇത് ഇരുമ്പിൻ്റെ ചെറിയൊരു കടായിയാണ് കേട്ടോ. അത് ഇണ്ടാലിയം ഒന്നുമല്ല, ഇരുമ്പിൻ്റെ ചെറിയൊരു കടായി. അത് നമുക്ക് ഹെന്നയും കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു കടായി. വലിയ വിലയൊന്നുമില്ല. മേടിച്ചവരെല്ലാം പറഞ്ഞ് ഒത്തിരി യൂസ്ഫുൾ ആയെന്ന് പറഞ്ഞിട്ടുണ്ട്. വീഡിയോയിലൂടെ ഞാൻ ടാഗ് ചെയ്തേക്കാം ഈ ഒരു ഹെന്ന പൗഡറും ഈ ഒരു നമ്മുടെ ബൗളും, അതായത് ചെറിയൊരു ഹെന്ന ബൗളും. ഓക്കെ, അത്ര ചെറുതൊന്നും അല്ല കേട്ടോ. അപ്പം നമുക്കിനിയും വേണ്ടത് ഹിമാലയയുടെ ഹെന്ന മിക്സ് ആണ്. അപ്പം ഭൃംഗരാജ, അതുപോലെ തന്നെ ആംല, പിന്നെ മൈലാഞ്ചിപ്പൊടി, അങ്ങനെ പല പല സാധനങ്ങളും ചേർന്നടങ്ങിയ ഒരു ഹെന്ന പൗഡറാണ്. ഭൃംഗരാജ ഒക്കെ നമ്മുടെ മുടി കറക്കാനായിട്ട് ഒത്തിരി നല്ലതാണ്. നെല്ലിക്കാപ്പൊടി നമ്മുടെ മുടി കറക്കാനായിട്ട് നല്ലതാണ്. നിങ്ങൾക്കിനി ഇതുപോലെ ഒരു ഹെന്ന പൗഡർ ഇല്ലെങ്കിൽ ഹെന്ന പൗഡർ മാത്രമായിട്ട് വാങ്ങിച്ചിട്ട് ഭൃംഗരാജ പൗഡറും നെല്ലിക്കാപ്പൊടിയും അങ്ങനത്തുള്ള സംഭവങ്ങളെല്ലാം വേറെ വേറെ വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ചേർക്കാം കേട്ടോ. അങ്ങാടിക്കടയിലൊക്കെ മേടിക്കാൻ കിട്ടും. വലിയ എല്ലാ സാധനങ്ങളും കിട്ടുന്ന അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങിക്കുക. ഫ്രഷ് ആയിട്ട് വാങ്ങിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഈ ഒരു ഹിമാലയയുടെ ഹെന്ന മിക്സ് നമുക്ക് ഞാൻ വീഡിയോയിൽ ടാഗ് ചെയ്തേക്കാം. ഓൺലൈനിൽ കിട്ടും. പക്ഷേ ഇത് നമുക്ക് എന്താണ്, നല്ല രീതിയിൽ ഒരു കുഴപ്പമില്ല. ഞാനിത് ഉപയോഗിച്ച്, ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്, ഞാനിത് ഉപയോഗിക്കുന്ന ആളാണ്. പിന്നെ എനിക്ക് യാതൊരു പ്രശ്നവും ഒന്നും ഉണ്ടായിട്ടില്ല ഇതുവരെയായിട്ട്. ഒരു അലർജി പ്രശ്നമേ ഉണ്ടായിട്ടില്ല. അപ്പം നല്ലൊരു ഹെന്ന മിക്സ് ആണ്. അപ്പോൾ എല്ലാം കൂടെ അടങ്ങിയ ഹെന്ന മിക്സ് ആണിത്. അപ്പോൾ നമ്മൾ ആ ഒരു പൗഡർ കൂടെ ആവശ്യത്തിന്, നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിലേക്ക് നമ്മളൊരു ബൗളിലേക്ക് പിന്നെ എന്താ പറയുക, ഇരുമ്പ് ചീനച്ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട ബീട്രൂട്ടിൻ്റെ അരച്ച ഒരു ജ്യൂസ്. ഞാൻ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ ഒരു ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുമായിരുന്നു കേട്ടോ. ബീട്രൂട്ട് നമ്മുടെ മുടിക്ക് സ്വാഭാവിക നിറം കൊടുക്കാനായിട്ട് സഹായിക്കുന്നു. മുഖത്തിനും നല്ലതാണ്, നമ്മുടെ ഹെയറിനും നല്ലതാണ് ബീട്രൂട്ട്. അതിനകത്ത് ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകളൊക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കുഞ്ഞു ലൈക്ക് തരാനും മറന്നുപോകല്ല കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരമുള്ള ഒരു വീഡിയോ ആണ്. ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് അതിൻ്റെ ജ്യൂസ് മാത്രം പിഴിഞ്ഞൊഴിച്ച് കൊടുത്തു. എന്നിട്ട് നമുക്ക് ഇനിയും ചേർക്കേണ്ടത് നമ്മുടെ നാരങ്ങാനീരാണ്.
അപ്പം നമ്മുടെ എല്ലാവരും പറയുന്നൊരു പ്രശ്നമാണ് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ മുടി ഡ്രൈ ആവുന്നത്. ഡ്രൈ ഒട്ടും ഡ്രൈ ആവാതെ നല്ല രീതിയിൽ സോഫ്റ്റായി കിടക്കാനായിട്ടുള്ള ഒരു മെത്തേഡാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പം നമുക്ക് ഒരു പകുതി നാരങ്ങ ഒത്തിരി ചേർക്കണ്ട കേട്ടോ, ഒരു പകുതി നാരങ്ങയുടെ നീര് ചേർക്കുക. അപ്പോൾ ഈ നാരങ്ങാ നീര് നമ്മുടെ മുടിക്ക് ഷൈനിങ് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഡാൻഡ്രഫും ആ ഒരു ചൊറിച്ചിലും ഒക്കെ മാറി കിട്ടാനായിട്ട് നാരങ്ങാ നീര് നല്ലതാണ്. സ്കാൾപ്പ് നല്ല ക്ലീനായി വെക്കാൻ സഹായിക്കുന്നു. ഇനിയും നമ്മുടെ ആ ഒരു തേയിലപ്പൊടി കടുപ്പത്തിൽ അരിച്ച് വെച്ച ആ തേയിലവെള്ളം മിക്സ് ചെയ്തില്ലേ, അതെല്ലാം കൂടി എടുത്ത് നന്നായിട്ട് അരിച്ചെടുക്കുക. അതിൻ്റെ വേസ്റ്റ് കളയേണ്ട. മണിപ്ലാന്റിനും കാര്യങ്ങൾക്കും ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ മണിപ്ലാന്റ് അങ്ങ് തഴച്ച് വളർന്നായിട്ട് വരും കേട്ടോ. ഞാൻ ഇങ്ങനത്തെ വേസ്റ്റ് ഒന്നും കളയാറില്ല, എല്ലാം ചെടികളുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കും. അപ്പോൾ എന്തായാലും അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് കുറേശ്ശെ ഒഴിച്ചിട്ട് ഈ ഒരു ഹെന്ന മിക്സ് കുഴച്ചെടുക്കാം. സ്കിപ്പ് ചെയ്യല്ലേ, ഇനിയും കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ട്. നിങ്ങളുടെ മുടി വളരെ സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ട് കിടക്കാനുള്ള സാധനങ്ങളാണ് ഇനി അടുത്തതായിട്ട് ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മൾ എന്താണ് ഈ ഒരു വെള്ളം ഒഴിച്ചത്, അതായത് നമ്മുടെ തേയില വെള്ളം ഒഴിച്ചിട്ട് കുറേശ്ശെ കുഴച്ചെടുക്കുക. കുറേ പേര് എന്നോട് ഫോട്ടോ വാട്സപ്പിൽ ഇട്ട് തരുന്നുണ്ട്, ഇത് ചെയ്തതിൻ്റെ റിസൾട്ട് അടിപൊളിയാണെന്ന് പറഞ്ഞ് ഫോട്ടോ ഇട്ട് തരുന്നുണ്ട്. ഒത്തിരി സന്തോഷമുണ്ട് കേൾക്കുന്നതിന്. ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്യുന്നത് കെമിക്കൽ ഒന്നുമില്ലാത്ത ഹെയർ ഡൈ ആണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപാട് കെമിക്കലൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പോലും നിങ്ങൾ ട്രൈ ചെയ്തോളൂ, നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പം ഇതുപോലെ നമ്മൾ ഒന്ന് കുഴച്ചെടുക്കുക. കുഴച്ചെടുത്തതിന് ശേഷം ഒരുപാട് വെള്ളം ഒഴിച്ച് കുഴക്കരുത്. കുറേ പേര് എന്നോട് പറഞ്ഞു വെള്ളം കൂടിപ്പോയിട്ട് ഇങ്ങനെ ഒലിക്കുന്നെന്ന്. അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ ഇതേ രീതി ഇതേ കൺസിസ്റ്റൻസിയിൽ മാത്രം നിങ്ങൾ കുഴച്ചെടുക്കുക. ഒരുപാട് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കില്ല. ഈ രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് ചീനച്ചട്ടി ആ ഒരു ഇരുമ്പ് ചീനച്ചട്ടിയിലെ എല്ലാ ഭാഗത്തും ഒന്ന് നന്നായിട്ട് നിരത്തി വെക്കുക. നിരത്തി വെച്ചതിന് ശേഷം ഒരു ദിവസം ഫുൾ അടച്ചു വെക്കുക. രാവിലെ അടച്ചതിന് ശേഷം പിറ്റേന്ന് രാവിലെ നിങ്ങൾക്ക് എടുത്ത് ഉപയോഗിക്കാം. വൈകിട്ടാണെങ്കിൽ പിറ്റേന്ന് വൈകുന്നേരം നിങ്ങൾക്ക് ഒരു സന്ധ്യയ്ക്ക് മുമ്പ് നിങ്ങൾ ഇത് എടുക്കാം കേട്ടോ. എന്നിട്ട് വേണ്ട എല്ലാം നല്ല ഇരുമ്പ് ചീനച്ചട്ടിയുടെ സത്തും ആ കറുപ്പും എല്ലാം കൂടെ പിടിച്ചിട്ട് നല്ല രീതിയിലുള്ള ഒരു ഇരുമ്പ് ചീനച്ചട്ടിക്കകത്തെ ആ കറുപ്പുണ്ടല്ലോ, നമുക്ക് എത്രത്തോളം നമുക്ക് തലയ്ക്ക് അത്രയും നല്ലതാണ് ആ ഇരുമ്പിൻ്റെ ഒരു സത്ത് കേട്ടോ. അത് നിങ്ങൾ മറക്കല്ലേ. അപ്പോൾ കുറേ പേര് എന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് ഹെന്ന ചെയ്തിട്ട് നീരിറക്കമൊക്കെ ഉള്ള ആൾക്കാരാണ്, പെടലി വേദനയാണ്, അങ്ങനത്തെ പ്രശ്നമുണ്ടെന്നൊക്കെ പറയുന്നു. അപ്പോൾ അങ്ങനത്തുള്ളവർ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ ഈ ഒരു ഹെന്ന മിക്സ് കുഴച്ച് വെച്ച് പിറ്റേ ദിവസം നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്താണ് വേറെ വെള്ളം ഒന്നും ചേർക്കരുത്. അത് ഒരു കുഴമ്പ് രൂപത്തിലാണ് നമ്മൾ കുഴച്ച് വെച്ചത്. എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് തുളസിയിലയും പനിക്കൂർക്കയിലയുടെ നീര് പിഴിഞ്ഞൊഴിക്കുക. എൻ്റെ കയ്യിൽ ഇപ്പോൾ തുളസിയില ഉള്ളായിരുന്നു, അത് പിഴിഞ്ഞൊഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ നീരിറക്കം ഒന്നും ഉണ്ടാകത്തില്ല. അത് കഴിഞ്ഞതിന് ശേഷമുള്ള ഇപ്പോൾ ഇതൊന്നും ഇല്ലാത്തവർക്കുള്ളൊരു മെത്തേഡ് ഞാൻ പറഞ്ഞു തരാം എന്താണെന്നുള്ള കാര്യം. അപ്പം നമുക്കിനി അടുത്തത് മുട്ടയാണ് ചേർക്കുന്നത്. ഒരു ഫുള്ളായിട്ടൊരു മുട്ട ചേർക്കുക. കാരണം ചിലവർ ചോദിക്കും മുട്ട ചേർക്കുന്ന ഭയങ്കര സ്മെല്ലല്ലേ തലമുടിക്ക്, ഭയങ്കര മണമല്ലേ എന്നൊക്കെ പറയും. ഒരിക്കലുമില്ല. അപ്പം നമ്മൾ നാരങ്ങാ നീര് ചേർക്കുന്നുണ്ട്, തുളസിയുടെ നീര് ചേർക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ചേർക്കുന്നതുകൊണ്ട് ആ ഒരു മുട്ടയുടെ സ്മെല്ല് നമുക്കറിയേയില്ല. ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് ചേർത്തോളൂ. മുട്ടയുടെ വെള്ള ചേർക്കുമ്പോൾ കുറച്ച് ഡ്രൈ ആവും. മഞ്ഞയും കൂടെ ചേർക്കും, മുടി വളരെ സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ട് കിടക്കും. നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതേ മെത്തേഡ് ഒന്ന് ചെയ്ത് നോക്കുക, എന്നിട്ട് പറ കേട്ടോ. എന്നിട്ട് ഈ ഒരു മുട്ട ഫുൾ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പം നല്ലൊരു കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതേ പരുവത്തിൽ മതി. ഒരുപാടായി കഴിഞ്ഞാൽ എന്നാലും നമുക്ക് വേർക്കുമ്പം ചെറുതായിട്ടൊക്കെ ഒലിച്ചിറങ്ങും, എന്നാലും നമുക്ക് ഒത്തിരി ഒലിച്ചിറങ്ങാതിരിക്കും. ഒരുപാട് വെള്ളമായി പോയി കഴിഞ്ഞാൽ നമ്മുടെ മുടിയിൽ പിടിക്കത്തില്ല. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ മുടിയിൽ നരയില്ല കേട്ടോ, പക്ഷേ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്നതാണ്. ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് മുടി നരയ്ക്കുന്നവർക്ക് വേണ്ടി മാത്രമല്ല, മുടി നര വരാതിരിക്കാനായിട്ട് ഇതിനകത്ത് ചേർന്നിരിക്കുന്ന ഭൃംഗരാജ, നെല്ലിക്ക, മേത്തി, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. നമ്മുടെ മൈലാഞ്ചിപ്പൊടി, ബീട്രൂട്ട്, തേയിലവെള്ളം, ഇതെല്ലാം തന്നെ നമ്മുടെ മുടിക്ക് മെലാനിൻ പ്രൊഡക്ഷൻ കൂട്ടുന്നത് മൂലം നമ്മുടെ നരമുടിയൊക്കെ കുറഞ്ഞു വരുന്നു, നമ്മുടെ മുടിക്ക് ആരോഗ്യം കിട്ടുന്നു, നമ്മുടെ മുടി നന്നായിട്ട് ഗ്രോത്തോടുകൂടി വളരാൻ സഹായിക്കുന്നു. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ ഒരു ഹെന്ന മിക്സിനകത്ത്, നമ്മൾ ചെയ്യുന്ന കാര്യത്തിനകത്ത്. പല കാര്യങ്ങളും ചേർത്ത് നമുക്ക് ഇതുപോലെ ഹെന്ന മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് ഇതുപോലെ മാറി ചെയ്യാൻ ഞാൻ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതുപോലെ മാറി നിങ്ങൾക്ക് ചെയ്യാം. ഇത് യാതൊരു കെമിക്കൽസും ഇല്ല. അപ്പം നമ്മളിത് ഫുള്ളായിട്ട് പ്ലെയിൻ വാഷ് ചെയ്തത്, ഷാമ്പൂ വാഷ് ചെയ്ത് ഉണങ്ങിയ മുടിയിൽ അപ്ലൈ ചെയ്യുക.
അതിനുശേഷം ഷവർ ക്യാപ്പ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ 2.5 മണിക്കൂർ, വെളുത്ത മുടിയുള്ള ആൾക്ക് 2.5 മണിക്കൂർ ഇരിക്കുക, പ്ലെയിൻ വാഷ് ചെയ്ത് കളയുക. അപ്പോൾ നിങ്ങളുടെ മുടി ഡാർക്ക് ബ്രൗൺ ആയിരിക്കും. നിങ്ങളുടെ മുടിക്ക് നല്ല കട്ടക്കറുപ്പ് കിട്ടണം. ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ ഇൻഡിഗോ പൗഡർ മിക്സ് ചെയ്യുക. ആ ഒരു ഡ്രൈ ഉണങ്ങിയ മുടിയിലിട്ട് നിങ്ങൾ തേക്കുക. തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇതുപോലെ 2.5 മണിക്കൂർ ഇരിക്കുക. വെളുത്ത മുടിയുള്ളവർ നിങ്ങളുടെ മുടി നല്ല കട്ടക്കറുപ്പായിട്ടിരിക്കും. 1 മാസം വരെ നിങ്ങൾക്ക് ഒരു ഹെയർ ഡൈയും ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു കെമിക്കലും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ മുടി ഇതുപോലെ നിങ്ങൾ ചെയ്തു, അതായത് നരച്ച മുടി ഇല്ലാത്ത ആൾക്കാർ ഇതുപോലെ ചെയ്തു പോവുകയാണെങ്കിൽ എൻ്റെ മുടി പോലെ ഒരു നര പോലും ഇല്ല, നിങ്ങളുടെ മുടി കറുത്തു വരും. അപ്പം നിങ്ങൾ ഇതുപോലെ നാച്ചുറൽ സാധനങ്ങൾ ഉപയോഗിച്ച് പോവുക. മുടി നല്ല കരുത്തോടുകൂടി വളരാനായിട്ടും ഒരു നരമുടി പോലും ഇല്ലാതിരിക്കാനായിട്ടും വെളുത്ത മുടി ഉള്ളവർക്ക് മുടി കറുപ്പിക്കാനായിട്ടും സഹായിക്കുന്ന അടിപൊളി ഒരു ഹെയർ പാക്കാണ്. ഈ ഹെയർ പാക്ക് ഇടുന്നത് മൂലം മുടി ഡ്രൈ ആവില്ല, മുടി നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ട് കിടക്കും. എല്ലാവരും ചെയ്ത് നോക്കാൻ മറക്കല്ല കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.